കോഴ കോഴി, പിന്നെ കേരളത്തിലെ റോഡിലെ കുഴി, സദാചാര പോലീസ്, ഇതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം, ഈ വിഷമടിച്ച പച്ചക്കറി തന്നെയാണ്. റേഡിയോ മാംഗോ സ്പോട്ട്ലൈറ്റിൽ ഞാൻ നീത, എന്റെ കൂടെ സ്പോട്ട്ലൈറ്റിൽ ഞാൻ വിനീത് ശ്രീനിവാസൻ. വിനീതിന് കൃഷിയൊന്നുമില്ലെന്ന് എനിക്കറിയാം, പക്ഷേ വീട്ടിൽ അസലൊരു കൃഷിക്കാരനുണ്ട് ഇപ്പോ. അച്ഛന് പണ്ട് മുതലേ ഉണ്ടായിരുന്നു ഈ ഒരു ഇൻട്രസ്റ്റ്. അത് പലതവണ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അവര് നാട്ടിലായിരുന്ന സമയത്ത് നമ്മുടെ തറവാട്, അച്ഛൻ താമസിച്ചുകൊണ്ടിരുന്ന വീടിന്റെ മുമ്പിലൊക്കെ വലിയ പറമ്പൊക്കെ ഉണ്ടായിരുന്നു. ആ പറമ്പിൽ തന്നെ തേങ്ങ, മാങ്ങ, പിന്നെ കുരുമുളക്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ തന്നെ ഉണ്ടാവും. പറമ്പത്ത് നിന്ന് തന്നെ എടുക്കാം. സാമ്പത്തികമായി മോശാവസ്ഥയിൽ പോലും നല്ല സമൃദ്ധിയായിരുന്നു എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു ലൈഫ് ഉണ്ടല്ലോ, അത് അച്ഛൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു. പിന്നെ ചെന്നൈയിലോട്ടൊക്കെ മാറിയപ്പോഴേക്ക് ഫ്ലാറ്റിലോട്ട് താമസമായി. ആ ഒരു ലൈഫ് അച്ഛന് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഇപ്പോൾ അച്ഛൻ്റെ താല്പര്യങ്ങളിലേക്ക് ഇപ്പോഴാണ് അച്ഛൻ വന്നത്. എന്തൊക്കെ വീട്ടിൽ കൃഷി ഉണ്ടെന്ന് വല്ല ഐഡിയ ഉണ്ടോ? ഒരുപാട് സാധനമുണ്ട്. തക്കാളി, ക്യാരറ്റ്, ബ്രോക്കളി, പിന്നെ കോളിഫ്ലവർ, പയർ, ചീര, പിന്നെ ഇതുണ്ട്, മുളകുണ്ട്, അങ്ങനെ ഒരുപാട് സാധനമുണ്ട്. എന്താ ഈ പൊക്കാളി എന്നറിയോ? ഞാൻ അതിന്റെ കൃഷിനെ പറ്റിയിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ അതിലേക്ക് അങ്ങനെ ഇറങ്ങിയിട്ടില്ല. അതിനെപ്പറ്റി ആധികാരികമായിട്ട് ഞാൻ സംസാരിക്കുന്നത് ശരിയല്ല. ഇറങ്ങിയ കാലേ ചെടിയാവെന്ന് ഓർത്തിട്ടാണോ? അതുകൊണ്ടല്ല, എന്റെ താല്പര്യം ഇപ്പൊ സിനിമയാണ്. അപ്പോൾ ഇപ്പൊ ഞാൻ സിനിമ ചെയ്യാം. സിനിമയിൽ ഞാൻ കുറച്ച് വിളവെടുക്കട്ടെ. അതെ. വിനീതിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ് ഇതിനകത്ത്? ഞാൻ ഇടയ്ക്ക് ചെന്നൈയിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ കുറേ പച്ചക്കറി എടുത്ത് പെട്ടിയിലിട്ട് ഞാൻ പോകും. വീട്ടിൽ ചെല്ലും, നന്നായി കഴിക്കും. അതും ദിവ്യ കുക്ക് ചെയ്ത് തന്നെ ആയിരിക്കും. അതെ അതെ. അല്ല, ഇതില് ഇത് കഴിക്കാനും ആള് വേണമല്ലോ, വെറുതെ കൃഷി ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ. അപ്പൊ അച്ഛൻ കൃഷി ചെയ്യും, ഞങ്ങൾ കഴിക്കും. വേറെ വ്യത്യസ്തമായ രീതിയിലുള്ളൊരു സേവന പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണ്ട. നമുക്ക് അടുത്ത പാട്ട് കേട്ടിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് പോവാം. നീതയാണ് സ്പോട്ട്ലൈറ്റിൽ നടൻ വിനീത് ശ്രീനിവാസനൊപ്പം ഓൺ റേഡിയോ മാംഗോ. നാട്ടിലെങ്കും പാട്ടായി.